നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണം ഉള്ളത് എന്നും ഏത് കാര്യം നിയന്ത്രണമില്ലാത്ത കാര്യം എന്നും എന്താണ് അതിലറിയേണ്ടത് എന്നും നോക്കാം. 3 കാർഡുകളാണ് എടുക്കുന്നത്. ഹെർമിറ്റ് എന്ന കാർഡാണ് ആദ്യത്തത്. 3 ഓഫ് പെൻറ്റക്കിൾ, 9 ഓഫ് സോഡ് എന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിയന്ത്രണമുള്ളത് നിങ്ങൾ തനിച്ചിരുന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിലെ പല അർത്ഥങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ അറിവുകൾ എങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളിലായിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം സ്വയം വിശകലനം ചെയ്യാനും അതിനെ ഉയർച്ചയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്ക് വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും സാധിക്കുന്നു എന്ന് കാണുന്നു. ഇവിടെ നിയന്ത്രണം ഇല്ലാത്ത കാര്യം എന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പുറകോട്ടാണ് എന്ന് കാണുന്നു. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിൽ പഠന മികവ് നേടുവാനോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതായത് പ്രൊഫഷണലി നിങ്ങൾ കുറേ കൂടി വളരേണ്ടത് ഉണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ 9 ഓഫ് സോഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭയവും പേടിയോടും കൂടി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇത് നമ്മളെ ജീവിതത്തെ പുറകോട്ട് കൊണ്ടുപോകുന്നു. അതായത് സ്വയം ഇറങ്ങി പുറപ്പെടാനുള്ള ഭയമാണ്. പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധൈര്യപൂർവ്വം പലതും നേരിടാനും ഇനിയും മുന്നോട്ട് ജീവിതത്തിൽ വേണ്ട പുതിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനും ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നന്ദി, നമസ്കാരം.